നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന എഫേസ് ലേഖനം 4:32 തിരുവചനം വിശ്വാസിയെ ദൈവത്തിൻ്റെതായി അടയാളപ്പെടുത്തുന്ന മാമോദീസായിലും വിശ്വാസിയെ വീണ്ടെടുപ്പിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന മോറോൻ അഭിഷേകത്തിലൂടെയും ദാനമായി ലഭിച്ച ദൈവകൃപയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എഫേസ്യർ 4:30 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരസ്പരം ദയയും ആർദ്രതയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കുവാൻ വചനഭാഗം ആഹ്വാനം ചെയ്യുന്നു. ക്ഷമയെന്നത് മറ്റൊരാളുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ക്ഷമയുടെ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:14-15 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ക്ഷമയുടെ മാതൃകയെ അടിസ്ഥാനമാക്കിയ ഈ പുതിയ സ്വഭാവം വിശ്വാസികളെ കഠിനവും പഴയതുമായ സ്വഭാവത്തിൽ നിന്നും നീതിയിൽ രൂപപ്പെട്ട ഒരു പുതിയ സ്വഭാവത്തിലേക്ക് മാറുവാൻ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായ വിശ്വാസി പഴയ മനുഷ്യൻ്റെ സ്വഭാവത്താൽ മുദ്രയെ അവഗണിക്കുകയും പൈശാചിക ശക്തികൾക്ക് വീണ്ടും അടിമപ്പെടുകയും ചെയ്താൽ അയാൾ വീണുപോകുകയും ആ വ്യക്തിയിലെ ആത്മാവ് ദുഃഖിക്കുകയും ചെയ്യും. ദിവ്യകൃപയുടെ ഒരു കണ്ണാടിയാണ് ക്ഷമ. ഇത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പുതുജീവൻ്റെ പ്രായോഗികവും ദൈനംദിനവുമായ പ്രതിഫലനമാണിത്. ദയയും ആർദ്രതയും ദൈവത്തിൻ്റെ കൃപയും പ്രതിഫലിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തനാണ്. നല്ല ശമരിയക്കാരനായ ക്രിസ്തുവിനെ പോലെ അർഹതയില്ലാത്തവരോട് പോലും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുക വഴി നമുക്ക് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഐക്യവും സ്നേഹവും സമാധാനവും ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അന്യോന്യം ക്ഷമിപ്പീൻ എന്ന എഫേസ്യ ലേഖനം 4:32 വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.